ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, ഒരു അടിപൊളി 5 മിനിറ്റിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, എല്ലാവരും ഈ ഉള്ളി വഴറ്റി അതുപോലെ തന്നെ പൊടിയുടെ പച്ചമണം കളഞ്ഞ് ഒത്തിരി സമയം എടുത്തിട്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുക അല്ലേ? പക്ഷേ ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ആയിരിക്കും. അതൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചിക്കൻ നിങ്ങൾ എടുക്കുക. കഴുകി നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ചെറിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട്, വളരെ ക്യൂബായിട്ട് അരിഞ്ഞത്. ഒരു 2 തക്കാളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത്, 3 പച്ചമുളകും. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതിൽ ഉള്ളി വഴറ്റുന്നില്ല, അപ്പോൾ അതായത് പൊടികളുടെ പച്ചമണമൊന്നും കളയുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി വേ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ മുറിച്ച സവോളയും തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഒരു കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു ഇത്തിരി ഇഞ്ചി ചതച്ചതും ഒരു 2-3 വേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഒരു ഇത്തിരി സുറുക്കയും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും എത്താവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 3 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഇത്തിരി ഇറച്ചി മസാല, പിന്നെ കുറച്ച് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും എത്താവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളിത് നമ്മൾ അതായത് വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മൾ അതിൽ വന്ന ബാക്കി അതായത് മിക്സ് ചെയ്തതിൻ്റെ ബാക്കിയുള്ളതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ വേവാവുന്ന അത്യാവശ്യം വെള്ളം അതിനകത്ത് ഉണ്ടാവണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നല്ലപോലെ മൂടി വെച്ച് 10 മിനിറ്റത്തേക്ക് അങ്ങോട്ട് നോക്കുകയേ വേണ്ട കേട്ടോ. ഇതേപോലെ വറ്റി വരുന്ന എന്താ പറയുക, കുമിളൊക്കെ പൊന്തി വരുന്ന സമയത്ത് കുറച്ച് വേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുത്താൽ സിമ്പിൾ പരിപാടി, നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയായി കേട്ടോ. വേറെ ഒന്നുമില്ല ഇതിനകത്ത്. നമ്മൾ വേറെ വഴറ്റിയോ പച്ചമണം കളയോ അങ്ങനെയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നോ അത്രയും സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു അടാറായിട്ടും തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെയോ, ചോറിൻ്റെ കൂടെയോ, നെയ്ച്ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇതൊക്കെ എന്താ പറയുക, നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഈ റെസിപ്പി എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. ഒപ്പം തന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നത്, ഒത്തിരി പേര് ഈ വീഡിയോസൊക്കെ നമ്മുടെ കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഷോർട്സൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേര് നമ്മുടെ കണ്ടാലും ചില ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നമ്മൾക്ക് സബ്സ്ക്രൈബ് ചെയ്താലാണ് നമുക്ക് ഇനിയും നിങ്ങളുമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. നല്ല നല്ല ടിപ്സുകൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കാണുന്നവരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് വരാൻ സഹായിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ ബെല്ലൈക്കണും അമർത്തി വയ്ക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ഗുഡ് ബൈ.